നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച വിജയക്കൊടി പാറി തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മണ്ഡലങ്ങളിൽ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത് വണങ്ങി അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് പര്യടനം ആരംഭിച്ചത്. 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ പര്യടനം ആരംഭിച്ച സ്ഥാനാർത്ഥിക്ക് വൻ ജനപിന്തുണയാണ് നഗരഹൃദയത്തിൽ നൽകിയത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ജാനകിയമ്മ, തമ്പാനൂർ സതീഷ്, മഹേശ്വരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. LDF-ൽ നിന്നും BJP-യിൽ ചേർന്ന മുൻ ജഗതി വാർഡ് കൗൺസിലർ ഹരികുമാറിനെ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഇത് മോദിയുടെ ഗ്യാരണ്ടിയും ഭാവിയുടെ വാഗ്ദാനവും എന്ന തീം സോങ്ങും യുവതി യുവാക്കളുടെ ഖരഘോഷവും ഉത്സവഛായ പടർത്തി. അകമ്പടിയായി ചെണ്ടമേളവും കൊഴുപ്പേകി. NDAയുടെ ഘടകകക്ഷികളും പര്യടനത്തിൽ അനുഗമിച്ചു. ഇനി കാര്യം നടക്കുമെന്ന ടാഗ്ലൈനോടുകൂടി ടീഷർട്ട് ധരിച്ച 100 കണക്കിന് യുവതി യുവാക്കളാണ് പര്യടനത്തെ മുന്നിൽ നിന്ന് നയിച്ചത്. പൂക്കൾ വർഷിച്ചും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രവർത്തകർ പര്യടനത്തെ ആവേശത്തിരയിൽ ആറാടിച്ചു. പരമാവധി ജനങ്ങളെ നേരിൽ കാണാനും ജനങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും ഏറ്റുവാങ്ങാനുമുള്ള NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പര്യടനം 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യുവതി യുവാക്കളെ നേരിൽ കണ്ട് നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന സ്ഥാനാർത്ഥി നാടും നഗരവും തീരവും സന്ദർശിച്ച ശേഷമാണ് സ്വീകരണ പര്യടനം തുടങ്ങിയത്. ഇടതുവലത് പ്രസ്ഥാനങ്ങളുടെ പൊള്ളയായ വാഗ്ദാനങ്ങളുടെ നേര് ബോധ്യപ്പെടുത്തിയായിരുന്നു സ്ഥാനാർത്ഥിയുടെ ഓരോ സ്ഥലത്തെയും പ്രചരണം. ജനങ്ങൾ നൽകിയ സ്നേഹാശീർവാദങ്ങൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. വെള്ളായണി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയ സ്ഥാനാർത്ഥി അശ്വതി പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് സ്ത്രീഭക്ത ജനങ്ങളോട് നേരിൽ തന്നെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. സ്ത്രീഭക്ത ജനങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ശേഷം ശ്രീവരാഹം മുക്കോലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥിക്ക് പൊങ്കാലയ്ക്ക് അഗ്നി പകർന്നു നൽകിയ ചടങ്ങിലും പങ്കെടുത്തു. ക്ഷേത്രതന്ത്രി ആറമ്പാടി ശ്രീവാസ് ഭട്ടേരി, ക്ഷേത്ര മേൽശാന്തി ഏവൂർ കല്ലമ്പള്ളി ഈശ്വരൻ നമ്പൂതിരി, കീഴ്ശാന്തി ശ്രീനിവാസൻ പോറ്റി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. പ്രസിഡന്റ് സോമൻ നായർ, സെക്രട്ടറി വിജയകുമാർ, ട്രഷറർ കൃഷ്ണൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് കരിയം ദേവി ക്ഷേത്രത്തിലും ദർശനം നടത്തി. പ്രസിഡന്റ് B രാജീവൻ നായർ, സെക്രട്ടറി പ്രശാന്ത് MS എന്നിവർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ഏതായാലും അദ്ദേഹത്തിന്റെ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമായി പോകുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ പ്രാഗൽഭ്യത്തോടെ 1ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറ്റവും മികച്ച പ്രകടനം, ഏറ്റവും മികച്ച പ്രതികരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.